ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. എഡ്യൂപോർട്ടിൻ്റെ +2 യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വളരെ ചുരുക്കി ചാപ്റ്റർ 2 വ്രജഹരിതം എന്ന ശുകകഥ, മഹാഭാരതത്തിൽ വരുന്ന ശുകകഥ. ആ ശുകകഥയെ നിങ്ങൾക്ക് വളരെ ചുരുക്കത്തിൽ വേഗം പറഞ്ഞു തരാണ്. എന്താ പറയുന്നത്? ഭവന്തഹ ഗച്ഛന്തു നാഹമധുന ആഗച്ഛാമി. നിങ്ങൾ പൊക്കോളൂ, ഞാനിന്ന് വരുന്നില്ല. അസ്യ ദയനീയാം അവസ്ഥാം വിചിന്യ കഥമേതം തെക്വാ ഗന്ധും ശക്നുമഃ. ഇവളുടെ ഈ ദയനീയ അവസ്ഥ കണ്ടിട്ട് എങ്ങനെയാണ് ഇവളെ ത്യജിച്ച് പോകാൻ തോന്നുന്നത്? ഏഷഃ സർവദാ അസ്മാൻ പരിത്രാതും വ്യഗ്രഹ ആസീത്. ഇവളെപ്പോഴും നമ്മളെ സഹായിക്കാൻ, രക്ഷിക്കാൻ വ്യഗ്രയായിരുന്നു. തത്സർവം വിസ്മൃത്യ ആപതി ഏതം അനാദൃത്യ ഗന്ധും നാഹം സമർത്ഥ. അതെല്ലാം ഉപേക്ഷിച്ച്, അതെല്ലാം മറന്നുകൊണ്ട് ആപത്ത് കാലത്ത് ഇവളെ ആദരവില്ലാതെ ഇവളെ ത്യജിച്ചു കൊണ്ട് പോകുവാൻ എനിക്ക് താല്പര്യമില്ല. ഗച്ഛന്തു സർവേ ഗച്ഛന്തു, പൊക്കോളൂ, നിങ്ങൾ എല്ലാവരും പൊക്കോളൂ എന്ന് പറയാണ്. എന്താ പറയുന്നത്? സഗദ്ഗതം പുനഃ പുനഃ വിലപന്തി അന്വേഷാം ഗമനം ശാസ്ത്രം പശ്യന്തി തമേവ ഗാഠമാശ്ലിഷ്യ. അപ്പം എല്ലാവരും ഇങ്ങനെ പോവുകയാണ്, ആ വൃക്ഷത്തെ വിട്ടിട്ട് എല്ലാവരും പോവുകയാണ്. അത് കണ്ട് കണ്ണീരോടുകൂടി ആ വൃക്ഷത്തെ ഗാഠമായിട്ട് ആലിംഗനം ചെയ്തിട്ട് നാഹം ഗച്ഛാമി, ഞാൻ പോകുന്നില്ല. നാഹം ഗച്ഛാമി ഭവന്തം വിഹായ നാഹം ഉത്രാപി ഗച്ഛാമി. ഞാൻ പോകുന്നില്ല, അങ്ങേ വിട്ട് ഞാൻ എവിടെയും പോകുന്നില്ല, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. തസ്യാഹ തപ്തം മന ഇവ ദിശിഹി അരുണിംനാ ലിപ്താഹ. അവളുടെ തപിക്കുന്ന മനസ്സ് പോലെ തന്നെ പ്രകൃതിയും ചുവപ്പ് നിറമായി, ദിക്കും ചുവപ്പ് നിറമായി, സന്ധ്യയായി നൃത്തം. അരുണിമണി ഏകം ദൃശ്യം മന്ദമന്ദം സ്മൃതിപദമാഗതം. അപ്പം എന്താണ്, ഈ സന്ധ്യയ്ക്കുള്ള ഈ ഒരു ചുവപ്പ് നിറം പോലെ മന്ദമന്ദമായിട്ട് അവളുടെ മനസ്സിൽ എന്താണ് ഒരു ചിന്ത വന്നു. മാതുഹു പക്ഷാന്തഃ നിദ്രാസുഖം അനുഭൂയമാനാഹ വയം യഥാ കഥഞ്ചിത് സുപ്തോത്തിതാഹ. അമ്മയുടെ ചിറകിൻ്റെ അടിയിൽ നിദ്രാസുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഒരു ദിവസം എന്താണ് എഴുന്നേറ്റു. പിതരവ് ഭോജനമന്വേഷ്യകതും. എന്താണ്, അച്ഛനും അമ്മയും ഭക്ഷണം തേടി പോയിരിക്കുകയാണ്. തയോഹോ ആഗമനകാലം യാവത് വൃക്ഷ ഏവ പിതരവ്. അവർ തിരിച്ചു വരുന്നവരെ ഞങ്ങൾക്ക് വൃക്ഷം തന്നെയാണ് അച്ഛനമ്മമാർ. സ അസ്മാൻ പോതകാനിവ സംരക്ഷതി സ്മ. സ്വന്തം മക്കളെ പോലെയാണ് ആ വൃക്ഷം ഞങ്ങളെ പരിപാലിക്കുന്നത്. മമ അനുജാനാം ശബ്ദം ശ്രുത്വ ഏവ നീടാത് ബഹിരാഗത. എൻ്റെ അനുജന്മാരുടെ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ കൂടിൽ നിന്നും പുറത്തേക്ക് വന്നത്. വൃക്ഷസ്യ അധഃ തണ്ടുരാൻ പ്രസ്തുതാൻ എതിർച്ചയാ അപശ്യം. ഇപ്പോൾ വൃക്ഷത്തിൻ്റെ താഴെ ധാന്യമണികൾ, അരിമണികൾ വിതറിയിരിക്കുന്നത് എന്താണ് പെട്ടെന്ന് കണ്ടു. ഹാ ഹതോസ്മി, അയ്യോ എന്ന കരച്ചിൽ, ഞങ്ങൾ എന്നെ കൊല്ലുന്നേ എന്ന കരച്ചിൽ കേട്ടു. ഇതി രുദിതം അശ്രൗഷം എന്ന കരച്ചിലും ഞാൻ കേട്ടു. വൃക്ഷസ്യ ഏക ശുഷ്ക ശാഖ കസ്യചിത് ജാലധാരണ ലുബ്ധകസി ശിരസി അപതത് ഇവ. അപ്പം എന്താണ്, വൃക്ഷത്തിൻ്റെ ഒരു ഉണങ്ങിയ ചില്ല ഒരു വേടൻ്റെ, അവിടെ ധാന്യമിതരെ വേടൻ്റെ തലയിൽ വീണതാണ്. അയാളുടെ ശബ്ദമായിരുന്നു അത്. അഹോ വൃക്ഷരാജ അസ്മാൻ രക്ഷത് ഇതി സഞ്ചിന്യ സർവേ സമാശ്വസിതാഹ. വൃക്ഷരാജാവ് നമ്മളെ രക്ഷിച്ചു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ആശ്വാസമായിട്ടിരുന്നു. അസ്തമുപഗതേ ഭാസ്വതി പ്രത്യാഗതവും പിതരവും കൃതജ്ഞതാപൂർവം വൃക്ഷരാജം അന്നമത്താം. ഭക്ഷണമൊക്കെ തേടി തിരിച്ചു വന്ന് എന്താണ്, അച്ഛനും അമ്മയും വൃക്ഷരാജാവിനെ നമസ്കരിച്ചു. വൃക്ഷസ്യ ആർദ്രത സർവദാ മാതുഹു സ്പർശമിവ ആശ്വാസദായിന്യഭവത്. അപ്പോൾ വൃക്ഷത്തിൻ്റെ ആർദ്രത എപ്പോഴും അച്ഛനമ്മമാരുടെ സ്നേഹം പോലെ, സ്പർശം പോലെ നമുക്ക് ആശ്വാസത്തെ നൽകുന്നതാണ്. തസ്യാഹ ശാരികായാഹ മനോമുഗ്രഹ പുനഃ ഘടന പ്രതികാലയെന്നവർത്തത. പ്രാതഃ നിർജര്യാഹ കളകളാരവം ശ്രുത്വ ശാഖാമൃഗാണാം ലാങ്കുലാന്തോളനം ച ദൃഷ്ട്വ ശാഖായാം മന്ദം ആന്തോളയന്തി അഹം വ്യാധസ്യ ലക്ഷ്യമഭവത്. അപ്പം എന്താണ്, അവളുടെ മനോമുഗ്രത്തിൽ വീണ്ടും ഓർമ്മകൾ വരികയാണ്. ഒരു ദിവസം രാവിലെ അവളിങ്ങനെ പ്രകൃതി ഭംഗിക്ക് ആസ്വദിച്ച് വൃക്ഷത്തിൻ്റെ ശാഖയിൽ, ശാഖാമൃഗ എന്ന് പറഞ്ഞ വാനരം, കുരങ്ങന്മാർ വാല് ചുരുട്ടി ഇങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവളും ഒരു ശാഖയെ ഊഞ്ഞാലാക്കിയിരിക്കുന്ന സമയത്താണ് ഒരു വേടൻ്റെ ലക്ഷ്യത്തിന് ഞാൻ പാത്രമായത്, അല്ലെങ്കിൽ ഒരു വേടൻ്റെ ലക്ഷ്യമായി തീർന്നത് ഞാൻ. പിന്നെയോ വൃക്ഷസ്യ അധഃ കോട്ടരവാസി കശ്ചന സർപ്പഃ വ്യാധസ്യ പാതയോരന്തരേണ ഝടിതി അസരത്. അപ്പം എന്താണ്, വൃക്ഷത്തിൻ്റെ താഴെ വസിക്കുന്ന പൊത്തിൽ വസിക്കുന്ന ഒരു പാമ്പ് പെട്ടെന്ന് ആ വേടൻ്റെ കാലിൻ്റെ ഇടയിലൂടെ എന്താണ് പോയി. വികടത ലക്ഷ്യസ്യ വ്യാധസ്യ ശരേണ വൃക്ഷഃ വിത്തഃ. ലക്ഷ്യം തെറ്റിപ്പോയ ആ വ്യാധൻ്റെ ശരം കൊണ്ട് വൃക്ഷം എന്തായി, വൃക്ഷത്തിന് മുറിവേറ്റു, അമ്പേറ്റ് വൃക്ഷത്തിന് മുറിവേറ്റു. യദ്യപി അഹം രക്ഷിത, ഞാൻ രക്ഷപ്പെട്ടെങ്കിലും തഥാഹി വിഷബാധിത അയം വൃക്ഷ ക്രമേണ നാശോന്മുഖഭവത്. അപ്പം എന്താണ്, ഞാൻ രക്ഷപ്പെട്ടുവെങ്കിലും വിഷബാധിതനായിട്ടുള്ള ആ വൃക്ഷം ക്രമമായിട്ട് നാശോന്മുഖമായി. ഏതം വൃക്ഷം തെക്വാ മമ ബാന്ധവാഹ പക്ഷിണശ്ച സർവേ ഗതാഹ. ഈ വൃക്ഷത്തെ ഉപേക്ഷിച്ച് എൻ്റെ ബന്ധുജനങ്ങളായിട്ടുള്ള എല്ലാ പക്ഷികളും ഇവിടെ നിന്ന് പോയി. കിന്തു അഹം കുത്രാപിന ഗച്ഛാമി, പക്ഷെ ഞാൻ എവിടെയും പോകില്ല. കോപി മാം സ്പൃശതി, ആരോ എന്നെ തൊടുന്നല്ലോ. കായേഷ, ആരാണിവൾ? സഹസാ പ്രബുദ്ധ. അവൾ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തിരിക്കുകയാണ്. പെട്ടെന്ന് ഓർമ്മയിൽ നിന്നും അവൾ എഴുന്നേറ്റു. വത്സേ, കുഞ്ഞേ എന്ന് വിളിക്കുകയാണ്. ചാരികാ പുരതഃ
സ്മിതാനനാം കാഞ്ചന താപസിയും അപശ്യത്. ശാരികയുടെ മുന്നിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താപസി വന്നു. അംബ പ്രണാമഹ, അമ്മേ നമസ്കാരം എന്ന് പറഞ്ഞു. ശാരിക ജാനാമി സർവം വൃത്താന്തം, എനിക്കെല്ലാം. അപ്പോൾ ശാരികയെ അമ്മ പറയാണ്, ആ താപസി പറയാണ്, എനിക്കെല്ലാം അറിയാം. സമ്യകാചരിതം ഭവത്യാ തവ സ്നേഹസ്യ മമതായാഹ ആർദ്രതായാഹ ഫലം നൂനം പ്രാപ്സ്യസി. എന്താണ്, നീ നല്ല കാര്യമാണ് ചെയ്തത്. നിന്റെ ഈ സ്നേഹത്തിൻ്റെയും മമതയുടെയും ആർദ്രതയുടെയും എല്ലാം ഫലം നിനക്ക് തീർച്ചയായിട്ടും ലഭിക്കും. തഥാ ശീതളാനലഹ വിച്ചുചാല, തണുത്ത കാറ്റ് വീശി. മേഘ അമൃതം അവർഷത്, മേഘം അമൃതം പെയ്തു. നാചിരേണേവ, പെട്ടെന്ന് തന്നെ, ഒട്ടും താമസിയാതെ തന്നെ. വൃക്ഷ പല്ലവിത, വൃക്ഷത്തിന് തളിരിലകൾ വന്നു. പത്രൈഹി ശാഖാഭിഹി ച സമ്പുഷ്ട യഥാപൂർവം പരിണതിം പ്രാപ്തവാൻ. ആ വൃക്ഷം എങ്ങനെയാണ് മുന്നേ ഉണ്ടായിരുന്നത് അതേപോലെ നല്ല ഇലകളും അതേപോലെ തന്നെ ശാഖകളും പഴങ്ങളും എല്ലാം അതിൽ വന്നു. തത്ര ഏകസ്യാം ശാഖായാം വൃക്ഷ താം ദോലയിതും പ്രചക്രമേ. ഒരു വൃക്ഷത്തിൻ്റെ ശാഖയിൽ ഇരുന്നു കൊണ്ട് ആ വൃക്ഷം അവളെ ഊഞ്ഞാലാട്ടാൻ തുടങ്ങി. ഓക്കെ, നീ എന്താ അവിടെ പറയുന്നത്? ഇതിൽ പറയുന്നത് അവസാനം എന്താ പറയുന്നത്? വിലസതു ഹരിതാഭാം ലോകഭൂത്യൈ നിതാന്തം. വിലസതു ഹരിതാഭാം ലോകഭൂത്യൈ നിതാന്തം. ലോക ഐശ്വര്യത്തിനായിക്കൊണ്ട് എപ്പോഴും പച്ചപ്പ് വിരിയട്ടെ എന്ന് പറഞ്ഞ് ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. അതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വേഗം കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതേപോലെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്തേ.